ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള 4 ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോ പാർക്കിലേക്ക് 3 കിലോമീറ്ററും കളക്ട്രേറ്റിലേക്ക് 4 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 6 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. വീടിൻ്റെ ഫ്രണ്ടിലായി നമുക്ക് കാണാം നല്ല ഗ്ലാഡിംഗ് ടൈലുകളും ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ടുവരിച്ച റോഡിനു മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം ഗ്ലാഡിംഗ് ടൈലുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായൊരു മുറ്റത്തേക്കാണ്. കബേഡോട് കൂടി വരുന്നൊരു കാർപോർച്ച് ഏരിയ നമുക്ക് കാണാം. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനുമാണ് ലഭ്യമാവുക. കോമൺ കിണറാണ് ഇവിടെ വരുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ഭാഗത്തായി ഗ്യാസ് സിലിണ്ടറിനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അവർ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ ചുറ്റുഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ്. മനോഹരമായ സിംഗിൾ പാളിയോടുകൂടി വരുന്നൊരു ഡോറാണ് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്ന് നേരെ കയറി വരുന്നത് വിശാലമായൊരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളാണ് ഇപ്പോൾ കാണുന്നത്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് കാണാം. എല്ലാ ജനലുകളും പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ ബ്ലൈൻഡ്സ് കർട്ടനും എല്ലാ ജനലിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ഒരു ഡിസൈനോട് കൂടിയ ഒരു ഏരിയ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ പൂജ റൂമായിട്ടോ അല്ലെങ്കിൽ പൂജയ്ക്കുള്ളൊരു സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ള 2 ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഫോൾ സീലിംഗ് വർക്കുകളും BLDC സീലിംഗ് ഫാനുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെയാണ്. ഈ ഒരു കോർണറിലായാണ് വാഷ് കൗണ്ടർ വരുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ടെക്സ്ചർ വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മനോഹരമായ ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഭിത്തിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം. അവിടെയും ചെറിയൊരു ക്രോക്കറി ഷെൽഫ് കാണാം. കിച്ചന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ്. അവിടെയായി വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും വയ്ക്കാവുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നീളത്തിലുള്ളൊരു സ്പേസാണ്. ഇവിടെയും സിങ്കെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് പോവേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം ഏകദേശം 150ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാനെല്ലാം കാണാം. എല്ലാ ബെഡ്റൂമിലടക്കം ബ്ലൈൻഡ്സ് എല്ലാം കൊടുത്തു തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. വലിപ്പമുള്ളൊരു കബോർഡ് വർക്കെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസും എല്ലാം കൊടുത്താണ് ഈ ഒരു ബാത്റൂം നിർമ്മിച്ചിട്ടുള്ളത്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 120ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയെല്ലാം സെപ്പറേറ്റ് തിരിച്ചുകൊണ്ട് തന്നെയാണ് ബാത്റൂമുകളുടെ നിർമ്മാണം. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സ്റ്റെയർ കേസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെയെല്ലാം ചെറിയ
ഇൻഡോർ പ്ലാന്റുകൾ പോലെയുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ടഫൻ ഗ്ലാസും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസിൻ്റെ സീലിംഗിലായി നമുക്ക് കാണാം നല്ലൊരു ഷാൻഡിലിയർ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ഫാനെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ കയറി വരുന്ന ഭിത്തിയിൽ 5 ലെയർ പറകുള വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായി ഒരു സ്റ്റഡി യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്കൊരു മറ്റൊരു TV യൂണിറ്റ് റൂമായിട്ട് ഉപയോഗിക്കാവുന്നൊരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം TV യൂണിറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. കൂടാതെ ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയും ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇനി മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. ഈ ഒരു ഭാഗത്ത് താഴെ കണ്ട മോഡലിൽ ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഇതിനും 150 സ്ക്വയർ ഫീറ്റോളം വരുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ടൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് ബാൽക്കണി വരിക. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന വീട് തന്നെയാണ്. നല്ല പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത എല്ലാ രീതിയിലുള്ള വീടുകളും ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. 4ാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന 4.1 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,08 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.